ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ പലപ്പോഴും പല പ്രാവശ്യം പല ആവർത്തി കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ തമാശ രൂപേണ പല പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു പരസ്യവാചകമാണിത്. ഈ പരസ്യവാചകം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഴമായ ചിന്ത എന്ന് പറയുന്നത്, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈ പരസ്യവാചകം നമുക്ക് തരുന്നുണ്ട്. ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തങ്ങളുടെ സുപ്രധാന മറുപടികൾ കൊണ്ട് ഈ രക്ഷാകര ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരു മറുപടി കൊണ്ട് രക്ഷാകര ചരിത്രത്തെ തന്നെ ആകമാനം മാറ്റിമറിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഒന്ന് ആഴമായിട്ടൊന്ന് ചിന്തിക്കുകയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് പുണ്യങ്ങളും കുറച്ച് പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമെന്ന് പറയുന്നത് അത് എളിമയാണ്. നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും മഹത്തായ ഒരിടം ലഭിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ ദൈവഹിത പ്രകാരം പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായ ഒരു മനോഭാവം എന്ന് പറയുന്നത് എളിമയുടെ മനോഭാവമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് എളിമ എന്ന് പറയുന്നത്. ദൈവഹിതങ്ങൾക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാനുള്ള ഒരു എളിമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ദൈവിക പദ്ധതികൾക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാനുള്ള ഒരു എളിമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ആ ഒരു എളിമ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന രണ്ടാമത്തെ പുണ്യമെന്ന് പറയുന്നത് ദൈവാശ്രയ ബോധമാണ്. ആഴമായ ദൈവാശ്രയ ബോധം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ നമ്മൾ എടുക്കുമ്പോൾ, ദൈവിക പദ്ധതികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൈവിക പദ്ധതികൾ പലപ്പോഴും നിഗൂഢമാണ്. ഇതുപോലെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതികളും. എന്നാൽ ഈ ദൈവിക പദ്ധതികളോട് പരിശുദ്ധ അമ്മ ആമേൻ പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് തന്നെ സൃഷ്ടിച്ച, തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിലുള്ള ആഴമായ ഒരു വിശ്വാസമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരു ദൈവാശ്രയ ബോധത്തിൽ വളരാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മൂന്നാമതായിട്ട് എടുക്കുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് അത് ധ്യാനാത്മകമായ ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ ലോകത്തിൻ്റേതായ രീതിയിൽ, ലോകത്തിൻ്റേതായ കാര്യങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു ധ്യാനാത്മകത കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സുവിശേഷങ്ങളെ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളൊരു കാര്യം. ഏതൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം സ്വയം ധ്യാനിച്ച് അത് ജീവിതത്തിലേക്ക് എടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ആകണം നമ്മുടെ ജീവിതവും. ഇനി നമ്മൾ നാലാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുണ്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ക്ഷമയും അതുപോലെ സഹനവുമാണ്. പരിശുദ്ധ അമ്മ എല്ലാ സഹനങ്ങളെയും ക്ഷമയോടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച വ്യക്തിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. ഈശോയെ സ്വീകരിച്ച ആ ദിവസം മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു സഹന ജീവിതമായിരുന്നു. എന്നാൽ അതെല്ലാം ക്ഷമയോടെ സഹിച്ച്, ക്ഷമയോടെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നാലും അതെല്ലാം ക്ഷമയോടെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു പരിശുദ്ധ വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അവസാനമായിട്ട് എടുക്കുന്ന ഒരു പുണ്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്.
ഒരു പ്രാർത്ഥനാ നിഷ്ഠ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥനയിലായിരുന്നു എന്നാണ് വചനം പറയുക. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ, ജപമാല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അർപ്പിക്കേണ്ട ഒരു വിശുദ്ധ കുർബാനയാണ് എന്ന് സഭാപണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ഒരു കടമയുണ്ട്, പ്രാർത്ഥനയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ അതില്ലെങ്കിൽ ദൈവം അതും നമ്മുടെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് തരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള ഈശോയുടെ വാഗ്ദാനം നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചേർക്കണം. ഈ പുണ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കാം? ഏറ്റവും ആദ്യത്തെ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുന്നത് ദൈവഹിതങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവഹിതങ്ങളെ നമ്മൾ എന്തു തന്നെയായാലും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടുള്ളൊരു സന്മനസ്സ് നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷികമാണ്. പ്രാർത്ഥനയില്ലാതെ വിശ്വാസമില്ല, അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ പ്രാർത്ഥനയില്ല. ഈ 2 കാര്യങ്ങളും നമ്മുടെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇത് രണ്ടുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇനി മൂന്നാമതായി പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് എളിമയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ്. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സദ്വാർത്ത സ്വീകരിച്ചു കഴിഞ്ഞ് പരിശുദ്ധ അമ്മ അവിടെ സ്വയം അഹങ്കരിച്ച് നിൽക്കുകയല്ലായിരുന്നു. പരിശുദ്ധ അമ്മ എളിമയോടെ എലീശായെ ശുശ്രൂഷിക്കാനായിട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് വചനം പങ്കുവയ്ക്കുക. പരിശുദ്ധ അമ്മ എളിമയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് മനസ്സ് കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും എളിമയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട്, മറ്റുള്ളവരെ സേവിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവരോടും എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ഇനി പരിശുദ്ധ അമ്മ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശം വിശുദ്ധ ജീവിതത്തിനായിട്ട് നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഈശോയോടുകൂടി ആയിരിക്കുന്ന, ഈശോയെ കൊണ്ട് നടക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധി ഉറപ്പായും ലഭിക്കും. അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണം, കൃപയിലായിരിക്കണം എന്ന് ആഴമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടൊരു കൃപ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളെ എപ്പോഴും കൃപയിലായിരിക്കാനായിട്ടും ആഴമായ ഒരു വചന ജീവിതം നയിക്കാനായിട്ടും ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ടും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.